Arun deposited 5,000 rupees in a bank which compound interest half yearly. ഇവിടെ ഹാഫ് ഇയർലി ആണ് അരുൺ നിക്ഷേപിക്കുന്നത് 5,000 റുപ്പീസ് ആണ്. ആൻഡ് മോഹൻ ഡെപ്പോസിറ്റഡ് സെയിം എമൗണ്ട്. മോഹൻ നിക്ഷേപിക്കുന്നതും എത്ര രൂപയാണ്? സെയിം എമൗണ്ട് ആണ്. ഇൻ അനദർ ബാങ്ക് വിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി. ഹാഫ് ഇയർലി അല്ല, ക്വാർട്ടർലി ആണ്. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6% അറ്റ് ബോത്ത് ദ ബാങ്ക്. രണ്ട് ബാങ്കിലും 6% ആണ്. ഹൗ മച്ച് മോർ വുഡ് മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 year? മോഹന് എത്ര കൂടുതൽ കിട്ടും ഒരു വർഷത്തിന് ശേഷം എന്നുള്ളതാണ്. ഫസ്റ്റ് കേസ് അരുണാണ്. നമ്മൾ അരുണിൻ്റെ കേസ് എടുക്കുകയാണ്. അരുണിൻ്റെ എമൗണ്ട് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു n ആണ് എഴുതേണ്ടത്. ഈ രണ്ട് കേസിലും നമുക്കറിയാം ദറ്റ് ഈസ് 5,000 റുപ്പീസ് ആണ്, 5,000 രൂപ ഇൻറ്റു 1 + റേറ്റ് ഇവിടെ ഹാഫ് ഇയർലി ആണ്. അപ്പോൾ 6% പകുതി എടുക്കണം. 6% പകുതി അറിയുമ്പോൾ എന്ത് വരും? 3 വരും. ദറ്റ് ഈസ് 3/100 ദ ഹോൾ റേസ് ടു n. ഒരു ഇയറിലേക്കാണ് പറയുന്നത്. ഒരു ഇയറിലേക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടർത്ഥം ഹാഫ് ഇയർലി വരും. അപ്പോൾ ടേം 2 എഴുതണം. അപ്പോൾ 5,000 ഇൻറ്റു ഈ 100 എൽസിയം എടുക്കുമ്പോൾ 100 ഇവിടെ വരും. 100 + 3 ആണ്. ദറ്റ് ഈസ് 103/100 ദ ഹോൾ സ്ക്വയർ. ഈ 0 ക്യാൻസൽ ചെയ്യാൻ പാടില്ല, കാരണം 0ൻ്റെ മുകളിൽ ഓപ്പറേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നല്ലത് എന്താണ്? ഈ 5,000 ഇൻറ്റു ഇത് 1 പോയിന്റ് 100 ഡിവിഷനാണ്. ദർഫോർ വി ക്യാൻ റൈറ്റ് പോയിന്റ് പെട്ട് കൊടുത്തായി. 10 പോയിന്റ് പെടണം, 1000 പോയിന്റ് പെടണം. ഇവിടെ 100 ആണ്. 1.03 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ. ആൻഡ് ഈ കാൽക്കുലേഷൻ കാൽക്കുലേറ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ 5,000 ഇൻറ്റു 1.03 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.0609 വരും. കാൽക്കുലേറ്റർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ 5,305 രൂപ എന്നുള്ള എമൗണ്ട് കിട്ടും. നമുക്ക് മോഹനടുത്ത് ഇക്വേഷൻ സെയിം ആണ്. എ ഈസ് ഈക്വൽ ടു എന്താ? പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു n. പക്ഷെ ഇവിടെ പി സെയിം ആണ്. ഫി എത്രയാണ്? 5,000 ആണ്. ഇവിടെ 1 + റേറ്റ് പാദവാർഷികമാണ്. അപ്പോൾ 6%, 6% പകുതി എടുത്താൽ പോരാ, 6% കാൽഭാഗം എടുക്കണം. 6% കാൽഭാഗം എന്ന് പറയുമ്പോൾ എന്തോരും? 3/2 വരും. 6/4 3/2 സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3/2/100 ദ ഹോൾ റേസ് ടു n. 1 ഇയറിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു ഇയറിൽ ക്വാർട്ടർലി 4 തവണ വരും. അപ്പോൾ ഇവിടെ നമ്മൾ 4 എഴുതണം. ദറ്റ് ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു ഇവിടെ ഒരു ഡിവിഷൻ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3നെ 2 കൊണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹോൾ റേസ് ടു 4. ദറ്റ് ഈസ് ഈക്വൽ ടു 5,000. ഈ 200 ഇങ്ങോട്ട് വരും. 200 203 വരും ബൈ 200 ദ ഹോൾ റേസ് ടു 4. ഈ കാൽക്കുലേഷൻ നമുക്കിവിടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ മൊത്തം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5307 കിട്ടും. therefore the difference is, ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 2 rupees ആവും. അടുത്ത ക്വസ്റ്റ്യൻ. A person took out a loan of 16,000 rupees from a bank which charges interest compound quarterly. Quarterly ആണ്, 16,000 ആണ്, and the rate of interest is 10%. How much should he pay back after 9 months to settle the loan? ഇവിടെ നമുക്ക് എമൗണ്ട് എന്താണ്? എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു n എഴുതാം. പി എന്ന എമൗണ്ട് 16,000 ആണ്. 16,000 ആണ് ഇൻറ്റു 1 + റേറ്റ് 10 ആണ്. ക്വാർട്ടർലി ആയതുകൊണ്ട് 5 എടുത്താൽ പോരാ, പകുതി എടുത്താൽ പോരാ, അതിൻ്റെ പകുതി എടുക്കണം. ദറ്റ് ഈസ് 2.5. നമുക്ക് ഇവിടെ എന്താ എഴുതാം? 2.5 എഴുതാം ബൈ വാട്ട്? 100 ദ ഹോൾ റേസ് ടു n. n എഴുതുന്നത് നോക്കാം. 9 months ആണ്. 9 months. ഇപ്പോൾ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 month ആണ്. 3 + 3 + 3. അപ്പം 3 ടേം ഉണ്ടാവും. ഫസ്റ്റ് അര വർഷം ആകുമ്പോഴേക്കും ഹാഫ് ഇയർലി ആകുമ്പോൾ 2 ടേം, 9 മാസമാകുമ്പോൾ 3 ടേം.
അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? 3 എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ 16,000 ഇൻറ്റു ഈ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2.5നെ നമുക്ക് ഒന്നുകൂടി ഇപ്പുറത്തേക്ക് 2 0 ഇട്ട് ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി. 2 0 ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ നമുക്ക് 1 പ്ലസ് ഈ 100 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരും. 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.025 the whole raised to 3 എഴുതാം. 0.025 the whole raised to 3 എഴുതാം. point that is equal to 16,000 into 1 plus 0.025 1.025 വരും. the whole raised to 3 വരും. that is equal to ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 16,000 ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.077 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യാം 17,232 റുപ്പീസാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. അടുത്ത പ്രോബ്ലം, മനു ഡെപ്പോസിറ്റഡ് 15,000 റുപ്പീസ് in a financial establishment which pays interest compound every 3 months. 3 months എന്ന് പറയുമ്പോൾ ക്വാർട്ടർലിക്ക് സെയിം ആണ്. ആൻഡ് 8% ആനുവൽ റേറ്റ്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ 1 ഇയർ? ഒരു വർഷത്തിന് ശേഷം എത്ര കിട്ടുന്നുള്ളു? അപ്പോൾ നമുക്ക് എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് r/100 the whole raised to n എഴുതാം. പി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ്. ദറ്റ് ഈസ് വാട്ട് 15,000 റുപ്പീസ് ഇൻറ്റു കോമ്പൗണ്ട് എവരി 3 months. അപ്പോൾ ക്വാർട്ടർലി ആണ്. ക്വാർട്ടർലി ആകുമ്പോൾ ഇതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ 1 പ്ലസ് റേറ്റ് 2 വരും, ഹാഫിൻ്റെ ഹാഫ്. ദെൻ ഡിവൈഡ് ബൈ 1 ഇയർ ആണ്. ദർഫോർ ബൈ 100 ദ ഹോൾ റേസ് ടു n എന്ന് പറയുമ്പോൾ 4 ടേംസ് വരും. കാരണം 1 ഇയറിൽ ക്വാർട്ടർലി 4 ടേംസ് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 100 ഇൻറ്റു വരും LCM 102 102 by 100 the whole raised to 4. That is equal to 15,000 into 100 ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഇവിടെ കൊടുക്കുക. 10 ഉണ്ടാകുമ്പോൾ 100 ഇവിടെ 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പോൾ 1.02 the whole raised to 4 കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. 16,236 റുപ്പീസാണ് ഇവിടെ കിട്ടുക. John deposited 2,500 rupees in the 1st of January in a bank where interest rate compound half yearly 6%. Half yearly ആണ്. On the 1st of July deposit 2,500 rupees. How much would he have in this account at the end of the year? ജനുവരിയിൽ എത്രയാണ് 2,500 റുപ്പീസാണ്. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഇൻട്രസ്റ്റ് കണ്ടാൽ. അതായത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 2,500 റുപ്പീസാണ്. 6% ആണ് ഇൻട്രസ്റ്റ്. ഹാഫ് ഇയർലി ആണ്. അതുകൊണ്ട് റേറ്റ് 3% ആണ് ഹാഫ് ഇയർലിക്ക് ഉണ്ടാവുക. ഈ 3% എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് 1%, ഇതാണ് 10%, ഇത് 100%. അപ്പോൾ 3% എന്ന് പറയുമ്പോൾ 1% 25 ആണ്. 3% എന്ത് വരും? 75. അപ്പോൾ നമുക്ക് അടുത്ത പ്രിൻസിപ്പൽ എത്രയായി? 2,500 പ്ലസ് 75 പ്ലസ് ഓൺ ദ 1st of July. ജനുവരിയിൽ നിന്ന് ജൂലൈയിലേക്കുള്ള ട്രാൻസ്ഫർ ആണ്. ജനുവരിക്ക് ജൂലൈക്ക് 6 months വരും. 2,500 രൂപ ഇടാം. അപ്പോൾ ആ 2,500 കൂടി ഇടുമ്പോൾ ടോട്ടൽ എത്തി 5,075 രൂപയായി. അപ്പോൾ നമുക്ക് ഇനി പ്രിൻസിപ്പൾ 5,075. അടുത്ത ഹാഫ് ഇയറിലേക്ക് വരുന്നത് ഇൻട്രസ്റ്റ് വരുന്നത് വീണ്ടും 3% ആണ്. ഏതിൻ്റെയാണ്? 5,075ൻ്റെ 3%. അപ്പോൾ നമ്മൾ ഇവിടെ കുത്തിട്ടാൽ മതി. 5,075ൻ്റെ 3% നമ്മൾ പറഞ്ഞു ഇത് 10% ആണ്. ഇവിടെ കുത്തിട്ട് എന്താ വരും? 1% ആവും. അപ്പോൾ 3 ഇൻറ്റു 50.75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ആ ആൻസർ 152.25 രൂപ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആകെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 5,075
പ്ലസ് 152.25 അങ്ങനെ എഴുതാൻ ടോട്ടൽ എഴുതുമ്പോൾ അത് 5, 2, 7, 12, 2, 5 5227.25 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് റംലത്ത് ഡെപ്പോസിറ്റഡ് 30,000 rupees. റംലത്ത് 30,000 രൂപ നിക്ഷേപിക്കുന്നു. വിച്ച് പേ ഇൻട്രസ്റ്റ് 9% ആനുവൽ റേറ്റ്, കോമ്പൗണ്ടഡ് എവരി 4 months, 4 മാസത്തിനാണ്. ആഫ്റ്റർ 1 year എത്ര കിട്ടുന്ന? അപ്പോൾ 4 മാസത്തിന് പറയുമ്പോൾ നമുക്കറിയാം 4 + 4 + 4 12 മാസമായി. അപ്പോൾ റേറ്റിന് നമ്മൾ ഹാഫ് ഇയർലി ആണെങ്കിൽ 6 എടുക്കണം, ക്വാർട്ടർലി ആണെങ്കിൽ 12/4 3 എടുക്കണം. പക്ഷെ ഇവിടെ ഈ രണ്ടും അല്ല പറഞ്ഞത് 4 months ആണ്. 4 months ആകുമ്പോൾ 3 ടേമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബൈ എന്ത് ചെയ്യണം? ബൈ 3. അപ്പോൾ 9ന് നമ്മൾ ഈ റേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ബൈ 3 എടുക്കേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം P into 1 plus R/100 the whole raised ചെയ്യാൻ തന്നെ. P ഇവിടെ എത്രയാണ്? പ്രീസ് 30,000 ആണ്. ഇൻറ്റു 1 പ്ലസ് റേറ്റ് എത്രയാണ്? 9ന് നമ്മൾ എന്ത് ചെയ്യണം? ബൈ 3 എടുക്കണം. 50ന് ബൈ 3 ആകുമ്പോൾ 3%, 3/100 the whole raised. നമ്പർ ഓഫ് ടേംസ് ആണ്. 4 months ആകുമ്പോൾ എത്ര ടേം വരും? ഒരു വർഷത്തിൽ 3 terms are there. അപ്പോൾ നമുക്ക് 30,000 ഇൻറ്റു 100 LCM എടുക്കും. എപ്പോഴും ഈ 0 ക്യാൻസൽ ചെയ്യുന്ന പ്രവണത ഉണ്ടാവരുത്. 100 LCM എടുക്കും. 103/100 the whole ratio 3. അപ്പോൾ നമുക്ക് 30,000 ഇൻറ്റു ഇവിടെ 1.03 വരും the whole ratio 3. ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യുന്നതാണ്. 32,782 രൂപ എന്നുള്ള ആൻസർ കിട്ടും. ഇനി അടുത്ത് നമ്മൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് സെക്ഷനാണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ എന്താണ്? ഇൻക്രീസിങ് സെക്ഷനാണ്. ഇനി നമ്മൾ പോകണ എവിടെയൊക്കെയാണ്? ഡിക്രീസ് സെക്ഷനാണ്. ഒരു ചേഞ്ച് ഉള്ളൂ ഈ ഡിക്രീസിങ് ആകുമ്പോൾ. ഈ ഇക്വേഷനിൽ ഈ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. എ റിപ്പോർട്ട് എസ്റ്റിമേറ്റ് ഇ വേസ്റ്റ് ഇൻക്രീസിങ് 15% every year and the e-waste in 2014 is about 9 crore tons. What is the expected amount e-waste in 2020? എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇ വേസ്റ്റിൻ്റെ ഇൻക്രീസ് പറഞ്ഞിട്ടുണ്ട് 15% ആണ്. ഇപ്പം 9 crore ആണ്. 2014 നിന്ന് 2020 എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര വർഷത്തിൻ്റെ മാറ്റം പറഞ്ഞാൽ 6 yearsൻ്റെ മാറ്റമാണ്. ഇവിടെ ഈ നമ്പർ എമൗണ്ട് എന്നുള്ളതല്ല, നമ്പർ നമ്മൾ കണക്കാക്കുന്നത് P into 1 plus R/100 the whole raised 10. ഇവിടെ ഇൻക്രീസ് എങ്ങനെയാണ്? ഈ വേസ്റ്റ് P എന്ന് പറയുമ്പോൾ 9 crore. 9 എന്ന് പറയുമ്പോൾ 7 zeros വരും. crore into 1 plus rate is 15/100 the whole raised to 6 എന്നുള്ളതാണ് വരിക. that is 9 crore 7 zeros into the 100 LCM 115/100 the whole raised 6 വരും. it is again 9 crore 1 point 100 കൊണ്ട് വരുമ്പോൾ പോയിന്റ് ഇവിടെ ഇടണം. 10 ഉണ്ടാകുമ്പോൾ ഇവിടെ പോയിന്റ് ഇവിടെ 1.15 the whole raised 6. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാണ്. that is 20 crore 81 lakh 75,468 എന്നുള്ള വാല്യൂണ് വരും. അടുത്ത റൂൾ ഒന്ന് നോക്കാം. എ ടി വി മാനുഫാക്ചർ decreases the price of a particular model by 5% and you want to note the word decreases each year. The current price is 8,000. What would be the price after 2 years? അപ്പോൾ ഈ എമൗണ്ട് ഈസ് ഈക്വൽ ടു P into 1 minus ആണ് R/100 ഡിക്രീസിങ് ആണ് the whole raised 10. P നമുക്കറിയാം that is value is 8,000 into 1 minus R is 5%. The whole raised 10 എന്ന് പറയുമ്പോൾ 2 years ആണ്. 2 years 2. that is 8,000 into 100 ഇങ്ങോട്ട് വരും. +5 അല്ല -5 ആണ്. 100 -5 ആണ്. that is 95/100 the whole square. it is equal to 8,000 into 0.100 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ്
പോയിന്റ് ഇവിടെ വരും 95 the whole square. That is equal to ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 7220 രൂപ ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ടൈഗർ ഈസ് അവർ നാഷണൽ അനിമൽ. ദർ നമ്പർ ഡിക്രീസ് എവറി ഇയർ. ഡിക്രീസ് ആണ്. Figure shows 3% annual decrease. According to the census of National Tiger Conservation Authority, there were 1,700 tigers in India in 2011. And what will be the number in 2016? But a number is equal to P into 1 minus R by 100 the whole raised to n ആണ്. P എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ ആണ്, ദാറ്റ് ഈസ് 1700. 1 minus റേറ്റ് ഓഫ് ഇൻക്രീസിങ് 3 ആണ്. 3 by 100 ഹോൾ റേസ്ഡ് ടു n. 2011 നമ്പർ 2016 ദർഫോർ 5 ഇയറിൻ്റെ ഡ്യൂറേഷനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1700 ഇൻറ്റു 100 minus 3. 100 minus 3 is what? 97 by 100 the whole raised to 5. That is 1700 into 0.97 the whole raised to 5 ആണ് വരിക. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 1460 എന്നുള്ള ആൻസർ കിട്ടും.